ഇപ്പോൾ അശ്വിൻ ബാലാഴി സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അശ്വിൻ, എന്താണ് അവിടെ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം? വേണു, രാവിലെ 10:30 ഈ സംഭവം ഉണ്ടാകുന്നത്. ഇപ്പോഴും അകത്ത് ഈ ആളുകളുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകളടക്കം ആംബുലൻസുകളടക്കം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഈ പരിക്കേറ്റവരെ ഇപ്പോഴും ഇവിടെ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കൂടുതൽ ആംബുലൻസുകൾ ഇപ്പോഴും ഇവിടേക്ക് എത്തുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? അറിയില്ല, ഞങ്ങളിവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ വർക്ക് ഫ്രം ഹോം ചെയ്യായിരുന്നു. കമ്പ്യൂട്ടറിന്റെ മുന്നേ നിന്ന് ഒരു എക്സ്പ്ലോഷനാണ് നടന്നേച്ചത്. എങ്ങനെ എക്സ്പ്ലോഡ് ചെയ്തെന്ന് അറിയില്ല. സൗണ്ട് കേട്ടിട്ട് എനിക്കൊരു കുഞ്ഞു മോനുണ്ട്, അവനുണ്ടോന്ന് ചോദിച്ചപ്പോൾ ഈ ഡോറും എല്ലാം പൊളിഞ്ഞത്, ചോരയൊക്കെ വരുമായിരുന്നു. എന്റെ മേത്തുനിന്ന് ചില്ല് തെറിച്ചിട്ട് ഇവിടെ മൊത്തം ഞങ്ങളുടെ വീടിന്റെ എല്ലാ ചില്ലുകളും പോയി. അത് എന്താ സംഭവം എന്നറിയില്ല. ചില്ല് പൊട്ടി, പടക്കം പൊട്ടിയതാണെന്ന് പറയണത്. ഇവിടെ മനപ്പറമ്പിൽ പുതിയാവ് ടെമ്പിളിന് വേണ്ടി പടക്കങ്ങൾ ഉണ്ടാക്കാറുണ്ട്. സോ അത് കാരണം പടക്കം പൊട്ടിയതാന്നാ പറഞ്ഞത്. മോന് പരിക്കുന്നില്ല. മോനമ്മ വട്ടം കയറി പിടിച്ചു. ഞങ്ങൾക്ക് മാത്രമേ ചില്ല് തെറിച്ചത്. ഞങ്ങൾ ഇത്രയും ഡിഫറൻസ് ഉള്ള വീടല്ലേ ഇത്. ഇതിന് മുന്നേ അങ്ങോട്ടൊക്കെ കുറേ വീടുണ്ട്. ആ വീടുകൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. വീടൊക്കെ ഇടിഞ്ഞു കിടക്കുക അവിടെ ഉണ്ട്. നമുക്കതൊന്നും പറയാൻ പോയി കണ്ടാൽ മോനെ അറിയാതെ. വേണു, ഇതാണ് ഈ ഇവിടെ നിന്ന് 300 മീറ്റർ അകലെയുള്ള വീടുകളിലേക്ക് പോലും ഈ ഇതിന്റെ ആഘാതം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ സംസാരിച്ച സ്ത്രീക്ക് പരിക്കുണ്ട്. അവരുടെ തലയിൽ ഇതിന്റെ അവശിഷ്ടങ്ങൾ വീണ തലയിൽ നിന്ന് ചോര വരുന്നത് നമുക്ക് കാണാമായിരുന്നു. അങ്ങനെ പരിക്കേറ്റ നിരവധി ആളുകൾക്ക് പരിക്കുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ. ഏതായാലും ഈ രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. അത് ഈ ആളുകളുടെ പ്രതികരണങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ ഒരു സ്ഫോടനം തന്നെ. കാരണം ഇത്രയും അടുത്തേക്കുള്ള വീടുകളിൽ പോലും ഇതിൻ്റെ ഒരു ആഘാതമുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഈ രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. ചൂരക്കാട്, തൃപ്പൂണിത്തറയ്ക്ക് സമീപമുള്ള ചൂരക്കാട് എന്ന സ്ഥലത്താണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഇതിൻ്റെ ഭീകരത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഈ ഭാഗം പൂർണ്ണമായും തകരുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. കെട്ടിടം പൂർണ്ണമായും ഇടിഞ്ഞു പോകുന്ന ഈ ദൃശ്യങ്ങളുടെ ആ ഒരു വ്യാപ്തി നമുക്ക് ഇപ്പോൾ എത്തിക്കാൻ സാധിക്കും. ചേട്ടാ, എന്താണ് സംഭവിച്ചത്? നിങ്ങളോട് ഉണ്ടായിരുന്നല്ലോ? ഞാൻ കുറച്ച് മുമ്പ് വന്നേ. അങ്ങനെ രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. ചേട്ടൻ ഇവിടെ ഉള്ള ആളാണോ? രാവിലെ എന്താണ് സംഭവിച്ചത്? വേണു, എന്തായാലും ഇപ്പോഴും ഇവിടെ ഈ എന്താണ് സംഭവിച്ചതടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. അത് പടക്ക നിർമ്മാണശാലയല്ല, പടക്കങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലമാണ് എന്നുള്ളതാണ് പറയുന്നത്. ഈ ദൃശ്യങ്ങൾ കാണാം. ഇപ്പോഴും ആളുകൾ ഒരുപാട് ഇവിടേക്ക് എത്തുന്നുണ്ട്. ഈ ഉണ്ടായ സമയത്ത് തന്നെ നാട്ടുകാർ എത്തി കൃത്യമായി രക്ഷാപ്രവർത്തനം നടത്താൻ സാധിച്ചു എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ഇവിടെ നാം ഈ കാണുന്നത് ഈ തകർന്ന കെട്ടിടമാണ് എന്ന് വെച്ചാൽ ഈ പടക്ക വിൽപ്പനശാല പൂർണ്ണമായും തകർന്നു എന്നാണോ? വേണു, എന്തായാലും ചേട്ടാ, എന്താണ് സംഭവിച്ചതെന്ന് അറിയാം? ഒരു വണ്ടി സ്ഫോടനത്തിൽ തകർന്ന് കിടക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ഇപ്പോൾ ഓൾറെഡി കാണാൻ കഴിയുന്ന ഒരു വണ്ടിയിൽ സ്ഫോടക വസ്തു കൊണ്ടുവന്ന് അത് പൊട്ടിയതായിട്ടാണ് കിട്ടിയിരിക്കുന്ന അറിവ്. മിക്കവാറും വീടുകൾക്കൊക്കെ തകരാറുകളുണ്ട്. ബാക്കിയൊന്നും അറിവായിട്ടില്ല. രക്ഷാപ്രവർത്തനമൊക്കെ നടക്കുന്നത് പൂർണ്ണമായും മാറ്റി ആളുകളെ പൂർണ്ണമായി ഹോസ്പിറ്റലിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും മിക്ക വീടുകളിലും കുരുങ്ങിക്കിടക്കുന്നതായിട്ടാണ് കിട്ടിക്കിടക്കുന്ന അറിവ്. വീണു, എന്തായാലും അങ്ങനെയാണ്. രാവിലെ ഒരു വാഹനത്തിൽ ഈ സാധനങ്ങൾ കൊണ്ടുവന്നു. അതിനിടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. എന്തായാലും ഇപ്പോഴും ആളുകളെ പൂർണ്ണമായി സമീപത്തെ വീടുകൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതുപോലെ സമീപത്തെ വീടുകളുടെ ചില ഭാഗങ്ങളൊക്കെ അടർന്നു വീണിട്ടുണ്ട്. അവിടെയൊക്കെ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും കൃത്യമായ രീതിയിൽ ഇപ്പോഴും ആളുകൾ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റും പോലീസും നാട്ടുകാരും അടക്കം ഈ നാട്ടുകാരുടെ കൂടി വലിയ സഹകരണത്തോടു കൂടിയാണ് ഈ രക്ഷാപ്രവർത്തനം ആദ്യഘട്ടത്തിലടക്കം പൂർത്തിയായത്. ഇപ്പോഴും നാട്ടുകാർ ഈ രക്ഷാപ്രവർത്തനത്തിനൊപ്പം കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് ഇവിടെ നിന്ന് കണ്ടു മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വാഹനം, അതായത് അവിടെ സമീപത്തുണ്ടായിരുന്ന ഒരു വാഹനത്തിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. വാഹനം പൂർണ്ണമായും കത്തിയിട്ടുണ്ട്. ഒരു ട്രാവലറാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതെന്തായാലും പൂർണ്ണമായും ഈ ദൃശ്യങ്ങളിൽ കാണുന്ന രീതിയിൽ പൂർണ്ണമായും അത് ഈ സ്ഫോടനത്തിൽ അത് പൂർണ്ണമായും കത്തിയിരിഞ്ഞു. അത് ഇപ്പോൾ അതിൻ്റെ ട്രാവലറാണ്, അത് ഈ ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ചേട്ടൻ ഇവിടെ ഉള്ള ആളാണോ? ഞാൻ ഇപ്പോൾ വന്നുള്ള അറിയില്ല എന്താ സംഭവം. അങ്ങനെയൊക്കെ വന്ന ആളുകളാണ് ഇപ്പോൾ തീർച്ചയായും വേണു. എന്തായാലും നമുക്ക് കൂടുതൽ വിവരങ്ങൾ മുതിർന്ന ഉദ്യോഗസ്ഥരോട് തന്നെ. സാർ, ഈ നിലവിൽ എന്തെങ്കിലും എന്തായാലും അവർ സ്ഥിരീകരിച്ച വിവരങ്ങളിലേക്ക് എത്തും.
എത്തുന്നതേ ഉള്ളൂ. നിലവിലിപ്പോൾ ഈ രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. ആ സമയത്ത് നമുക്ക് ഈ വിവരങ്ങൾ അവരോട് ചോദിക്കുന്നതിൽ ചില സാങ്കേതിക തടസ്സങ്ങൾ കൂടിയുണ്ട്. അവരിപ്പോഴും പൂർണ്ണമായും രക്ഷാപ്രവർത്തനത്തിൻ്റെതായ രീതിയിലേക്ക് അല്ലെങ്കിൽ അതിൽ പൂർണ്ണമായും ഏർപ്പെട്ടിരിക്കുകയാണ്. അതിൽ നമുക്ക് ഈ നാട്ടുകാരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ വാഹനത്തിനടിയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ എന്ന് അടക്കമുള്ള കാര്യങ്ങൾ അവർ പരിശോധിക്കുകയാണ്. നിലവിൽ അതാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. ഈ വാഹനത്തിൽ കൊണ്ടുവന്ന സാധനങ്ങളിൽ തീപിടിച്ച് അങ്ങനെയാണ് ഈ സ്ഫോടനം ഉണ്ടായത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ വിശദമായ ഫോറൻസിക് അടക്കമുള്ള കാര്യങ്ങൾ വേണം വിശദമായ പരിശോധന നടത്താൻ. അതിലും ആ വാഹനം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ പ്രധാനമായും നടക്കുന്നത്. എന്തായാലും നേരത്തെ നമ്മൾ ആദ്യഘട്ടത്തിൽ നൽകിയ പ്രതികരണങ്ങളിൽ നാട്ടുകാർ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ ആ പരിക്കേറ്റ ആളുകളുടെ അടക്കം പ്രതികരണങ്ങൾ നമുക്ക് ലഭ്യമായിരുന്നു. വലിയ സ്ഫോടനത്തോടുകൂടി 10:00 ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നു. അത് പിന്നീട് കൃത്യമായി നാട്ടുകാർ അതിൽ ഇടപെട്ട് എന്തായാലും വലിയ പ്രശ്നങ്ങളിൽ വലിയ ഒരു അപകടം എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ആ വാഹനം ഇപ്പോഴും, അതായത് നമ്മൾ കാണുന്ന ഈ വാഹനത്തിൽ ഇപ്പോഴും അതിൽ നിന്ന് ഇപ്പോഴും പുക ഉയരുന്നുണ്ട്. അത് പൂർണ്ണമായും വെള്ളം ഒഴിച്ച് കെടുത്താനുള്ള രീതിയിലേക്കാണ് ഫയർഫോഴ്സ് ശ്രമിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നിലവിൽ 5-ലധികം യൂണിറ്റ് ഫയർഫോഴ്സാണ് ഈ സ്ഥലത്തേക്ക്, തൃപ്പൂണിത്തറ സ്ഥലത്തേക്ക് എത്തിയിട്ടുള്ളത്. നമുക്ക് എന്തായാലും വലിയൊരു സ്ഫോടനമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ പരിക്കേറ്റവരുടെ എണ്ണമടക്കം ഇനി അറിയേണ്ടതുണ്ട്. അത് അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ആശുപത്രിയിലേക്ക് മാറ്റിയ ആളുകളുണ്ട്, ഒപ്പം പരിക്കേറ്റ ആശുപത്രിയിലേക്ക് പോയ ആളുകളുണ്ട്. അവരുടെ എല്ലാം കൃത്യമായ കണക്കുകൾ, പേരുകൾ എല്ലാം വരേണ്ടതുണ്ട്. എന്തായാലും ഈ വാഹനം അതിൽ നിന്ന് ഇപ്പോഴും ശരി. അശ്വിൻ പാലാഴിയാണ് തൃപ്പൂണിത്തുറയിൽ ഈ സ്ഫോടനം നടന്ന സ്ഥലത്ത് നിന്ന് തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പടക്കം സൂക്ഷിച്ചിരുന്ന കെട്ടിടത്തിന് സ്ഫോടനമുണ്ടായി എന്നാണ് ആദ്യം അറിയാൻ കഴിഞ്ഞത്. എന്നാൽ ഇപ്പോൾ ചില നാട്ടുകാരെങ്കിലും പ്രതികരിക്കുന്നത് പടക്കം ഉൾപ്പെടെയുള്ള വസ്തുക്കളുമായി വന്ന വാഹനം തീപിടിച്ച് വലിയ സ്ഫോടനമുണ്ടായി എന്നാണ്. അതിലൊക്കെ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഇപ്പോൾ 5 യൂണിറ്റ് അഗ്നിശമന സേന അവിടെ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. തീ ഏകദേശം നിയന്ത്രണ വിധേയമായിരിക്കുന്നെന്ന് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. സ്ഫോടനം നടന്നത് ഒരു വാഹനത്തിൽ കൊണ്ടുവന്ന സ്ഫോടക വസ്തു, അതാണ് പൊട്ടിത്തെറിച്ചതെന്ന് തന്നെയാണ് ഇപ്പോൾ പ്രാഥമികമായി ഉള്ള നിഗമനം. ആ വാഹനം പൂർണ്ണമായും തകർന്നിരിക്കുന്നു. അതിൽ നിന്ന് ഇപ്പോഴും പുകയുരുന്നുണ്ട്. അത് കെടുത്താനുള്ള ദൗത്യത്തിലാണ് ഇപ്പോൾ അഗ്നിശമന സേനാംഗങ്ങൾ. എന്തായാലും വലിയ സ്ഫോടനം നടന്നിരിക്കുന്നു, കെട്ടിടം തകർന്നിരിക്കുന്നു. ഈ കെട്ടിടത്തിൽ സൂക്ഷിച്ച സ്ഫോടക വസ്തുക്കൾ ഉൾപ്പെടെ പൊട്ടിത്തെറിച്ചിട്ടുണ്ടോ, അതോ ഈ വാഹനത്തിൽ കൊണ്ടുവന്ന സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചതിൻ്റെ ആഘാതത്തിൽ കെട്ടിടം തകർന്നതാണോ, ഇതൊന്നും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. സംശയങ്ങൾ ബാക്കിയാണ്. എന്തായാലും ഉഗ്രസ്ഫോടനമെന്ന് നാട്ടുകാർ പറയുന്നു. നേരത്തെ പ്രതികരിച്ചൊരു വീട്ടമ്മ പറഞ്ഞത് അവരുടെ വീട്ടിനകത്ത് ചില്ലുകൾ വരെ തകർന്നു എന്നാണ്. നേരത്തെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുമായിരുന്നു ഈ സംഭവ സ്ഥലത്തിനടുത്തുള്ള വീടിൻ്റെ മേൽക്കൂരയടക്കം തകർന്നിരിക്കുന്നത്. ആ വീടുകളിലൊക്കെ ഉള്ളവർക്ക് പരിക്കേറ്റിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ ഈ സ്ഫോടനം നടന്ന സ്ഥലത്ത് ഇപ്പോൾ അഗ്നിബാധയില്ല. ദുരൂഹമായ സാഹചര്യത്തിൽ വാഹനത്തിൽ കൊണ്ടുവന്ന സ്ഫോടക വസ്തുക്കളാണ് പൊട്ടിത്തെറിച്ചിട്ടുള്ളത് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. നിലവിൽ അഗ്നിശമന സേനാംഗങ്ങൾ അതേപ്പറ്റി ഒന്നും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. നാട്ടുകാർ അവരുടെ സംശയങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. അത് ഈ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്ന 2 പേർക്കാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. അവരുടെ ആരോഗ്യനില ഗുരുതരമാണ്. അവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയെന്നറിയുന്നു. കൂടുതൽ ആംബുലൻസുകൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. കൂടുതൽ ഫയർ സർവീസിൻ്റെ യൂണിറ്റുകളും അവിടെയുണ്ട്. പക്ഷെ നിലവിൽ സ്ഥിതി നിയന്ത്രണ വിധേയമാണ്. അഗ്നിബാധയില്ല. അശ്വിൻ പാലാഴി തുടരുന്നുണ്ട്. അശ്വിൻ, നാട്ടുകാരെന്തൊക്കെയാണ് പറയുന്നത്? വേണു, ഈ ദൃശ്യങ്ങളിൽ കാണുന്ന കെട്ടിടമടക്കം ഗുരുതരമായ രീതിയിൽ അതിന് പരിക്കേറ്റുണ്ട്. അതേത് നിമിഷവും നിലം പൊത്താവുന്ന രീതിയിലാണ് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ആ വാഹനം കൂടി അതിലേക്ക് ഇടിച്ചത് കിടക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഇത്തരത്തിൽ ഈ അതായത് സ്ഫോടനാത്മകമായ വസ്തുക്കൾ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം ഈ നമുക്ക് പിന്നിൽ കാണുന്ന ഈ വീട്, അത് ഒരു കെട്ടിടമാണ്. അത് പൂർണ്ണമായും ഇടിഞ്ഞു പോയിട്ടുണ്ട്, തകർന്നിട്ടുണ്ട്. അതിനുള്ളിൽ ആളുകളുണ്ടായിരുന്നു. അവർക്കടക്കം പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോഴും അതിനകത്ത് ആളുകളുണ്ടോ എന്നുള്ള കാര്യത്തിൽ അവർക്ക് സംശയമുണ്ട്. അതുകൊണ്ട് അത് നിലവിൽ അകത്തുള്ളവരോട് പുറത്തേക്ക് ഇറങ്ങാനാണ് പോലീസും ഫയർഫോഴ്സും ഒക്കെ പറയുന്നത്. കാരണം അതിന് ബലക്ഷയം ഉണ്ടായിട്ടുണ്ട്. ഈ സമീപത്തെ കെട്ടിടങ്ങൾക്കെല്ലാം ബലക്ഷയം ഉണ്ടായിട്ടുണ്ട്. അത്രത്തോളം വലിയൊരു സ്ഫോടനമാണ് ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സമീപത്തുള്ള വീടുകളിൽ, ഈ സ്ഫോടനം നടന്ന അതിനോടുള്ള വീടുകളിലൊന്നും ആളുകൾ തുടരരുത് എന്നുള്ളൊരു നിർദ്ദേശം പോലീസും ഫയർഫോഴ്സും ഒക്കെ നൽകുന്നുണ്ട്. എന്തായാലും അതിനെല്ലാം നമുക്ക് ഈ
ദൃശ്യങ്ങളിൽ കാണാവുന്ന രീതിയിൽ ഇത്രത്തോളം തകരുന്ന, അതായത് സമീപത്തുള്ള കെട്ടിടമാണ്, വീടുകൾ പലതും തകർന്നു പോയിട്ടുണ്ട്. ഈ സമീപത്ത് 3-4 വീടുകൾക്ക് ഗുരുതരമായ ക്ഷതം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അകത്ത് ആളുകൾ തുടരുന്നത് തീരെ അത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കർശനമായി അവരെ അവിടെ നിന്ന് മാറ്റാനുള്ള നടപടികളാണ് ഇപ്പോൾ ആരംഭിക്കുന്നത്. നമുക്ക് എന്തായാലും കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് പോകാം. എന്താണ് സംഭവിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരണമെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ തന്നെയാണ് ഇതിനെക്കുറിച്ച് പറയേണ്ടത്. എന്തായാലും നാട്ടുകാരിൽ ചിലരൊക്കെ ക്ഷുഭിതരാണ്. അവർ ഈ സമയത്ത് അവരോട് പ്രതികരണം ചോദിക്കുന്നതിൽ അവർ ചില പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് പോകാം. പഞ്ചായത്ത് അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ചേട്ടാ, എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യത്തിൽ ഏതെങ്കിലും കൃത്യത? നമ്മൾ മുനിസിപ്പാലിറ്റി ഓഫീസിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അവിടെ സൗണ്ട് കേട്ടു. അത് സൗണ്ട് കേട്ടപ്പോൾ നമ്മൾ വണ്ടി കൊണ്ടുപോയിട്ട് വന്നപ്പോഴത്തേന് ഇവിടെ ഇതിനകത്ത് ഈ കരിമരുന്ന് സാധനം കൊണ്ടുവന്നാണ് പറയുന്നത്. ട്രാവലറിന് അങ്ങനെ പറയുന്നു. ഇപ്പോൾ നമുക്ക് നേരിട്ട് കണ്ടില്ലല്ലോ. 4 പണിക്കാരുണ്ടായിരുന്നു അവർ ഇറക്കുന്ന സമയത്ത്. ഈ കെട്ടിടം സ്ഥിതി ചെയ്ത് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം അത് അവിടെ അത്ര മാത്രമേ, ബാക്കി ഷെഡായിരുന്നു. ചെറിയ കെട്ടിടം മാത്രമേ ഉള്ളൂ. പരിക്കേറ്റ ആളുകളെ കുറിച്ച് എന്തെങ്കിലും ഒന്നും അറിയില്ല. കാരണം 4 പേരെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ കൗൺസിലർ നമുക്കൊപ്പം ചേരുകയാണ്. തൃപ്പൂണിത്തറ നഗരസഭാ കൗൺസിലറാണ്. ഈ എന്തെങ്കിലും ആധികാരികമായിട്ട് പറയാനൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ സംഭവം പുതിയകാവ് അമ്പലത്തിലെ വെടിക്കെട്ടാണ്, ഉത്സവമാണ്. അതിന്ന് ലാസ്റ്റാണ്. അതുമായി ബന്ധപ്പെട്ട് ഇവിടെ പടക്ക നിർമ്മാണം വർഷങ്ങളായിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ പുറത്തുനിന്നുള്ള പാലക്കാട് ഉള്ള മെറ്റീരിയൽസും പുതിയത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചൂടിൻ്റെ അഭാവം മൂലമായിരിക്കും ഇത് പൊട്ടിത്തെറിച്ചത്. എന്താ കാരണം എന്നുള്ളത് വ്യക്തമായിട്ടില്ല. അപ്പോൾ കുറച്ച് പേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് മൊത്തം വീടുകൾ തകർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ വീഴാൻ സാധ്യതയുള്ള ബിൽഡിംഗാണ് ഇപ്പോൾ ഇരിക്കണതൊക്കെ. മൊത്തം പോയി കിടക്കുവാണ്. എത്ര ആളുകൾ ഈ പണിസ്ഥലത്തുണ്ടായി? പണിസ്ഥലത്ത് കറക്റ്റായിട്ട് അറിയില്ല. കാരണം ഇതിപ്പോൾ ഒരു കരയോഗത്തിൻ്റെ ആയതുകൊണ്ട് തന്നെ കമ്മിറ്റിക്കാരും അവരെ പരിചയമുള്ള ആൾക്കാരും പിന്നെ നമ്മുടെ പുതിയകാവ് അമ്പലത്തിലെ ഉത്സവം പ്രമാണിച്ച് സഹായിക്കാൻ വന്ന ആൾക്കാരും ഉണ്ട്. അവരൊക്കെ ഈ വർക്ക് ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ പണിക്കാർ എത്ര ഉണ്ടെന്ന് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. എന്നാലും കൊണ്ടുപോയിട്ടുണ്ട്. 4 പേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. നമ്മുടെ തൃപ്പൂണിത്തുറ താലൂക്ക് ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയേക്കണേ. ഇനി അവിടുത്തെ സിറ്റുവേഷൻ നോക്കിയിട്ട് പറയും. സമീപത്ത് എത്ര വീടുകൾക്ക് സമീപം ഇപ്പം ഈ ചുറ്റുപാടുള്ള മിക്ക വീടുകളും 10-25ഓളം വീടുകളിൽ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. വേണു, എന്തായാലും ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് 4ഓളം പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് ഈ സമീപത്ത് ഇപ്പോൾ നഗരസഭാ കൗൺസിലറിന്റെ പ്രതികരണം കൂടുതൽ വിവരങ്ങൾ നൽകുന്നതാണ്. ചെറിയൊരു നാട്ടുകാരന്റെ പ്രതികരണം കൂടി. മൊത്തം തകർന്നു പോയി സംഗതി. സൗണ്ട് കേട്ടപ്പോൾ ശരി, നഗരസഭാ കൗൺസിലറുടെ പ്രതികരണം വന്നിട്ടുണ്ട്. പുതിയകാവ് അമ്പലത്തിലെ ഉത്സവമാണ്. അതിന്റെ ഭാഗമായി വെടിക്കെട്ടിനുള്ള സാമഗ്രികളാണ് അവിടേക്ക് കൊണ്ടുവന്നത്. ഒരു ട്രാവലറിലാണ് ഈ പടക്കം കൊണ്ടുവന്നത്. ആ ട്രാവലർ അടക്കമാണ് പൊട്ടിത്തെറിച്ചിരിക്കുന്നത്. നേരത്തെ 2 പേർക്ക് പരിക്ക് എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ 4 പേർക്ക് പരിക്കുണ്ട് എന്നാണ് അറിയുന്നത്. 2 പേരുടെ പരിക്ക് ഗുരുതരമാണെന്നാണ് നേരത്തെ അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ 4 പേരെ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റേണ്ടതുണ്ടോ തുടങ്ങിയ പുതിയ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. 25ഓളം വീടുകൾ തകർന്നുവെന്നും നഗരസഭാ കൗൺസിലർ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ചെറിയ കെട്ടിടം, അതിനോട് ചേർന്നൊരു ഷെഡ്, അവിടേക്കാണ് ഈ പടക്കങ്ങൾ കൊണ്ടുവന്നത്. അവിടെയാണ് ഈ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. മറ്റൊരു വാഹനവും കൂടി തകർന്നിട്ടുണ്ട്. തൊട്ടടുത്ത വീട്ടിലാണ് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നത്. അതൊരു 3 നില കെട്ടിടമാണെന്ന് തോന്നുന്നു. അതിനകത്ത് ആരെങ്കിലും ഉണ്ടോ എന്നതിൽ ഇപ്പോഴും അഗ്നിശമന സേനാ യൂണിറ്റിനടക്കം സംശയമുണ്ട്. അവർ വിളിച്ചു ചോദിക്കുന്നുണ്ട്, അതിനകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ കെട്ടിടത്തിന് ബലക്ഷയം സംഭവിച്ചിരിക്കുന്നു, പുറത്തേക്ക് വരണമെന്ന്. സാധാരണഗതിയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആളുകൾ ഈ പറയുന്ന കെട്ടിടത്തിൽ നിന്നൊക്കെ പുറത്തേക്ക് ഇറങ്ങി വരേണ്ടതാണ്. അവരവിടെ തുടരുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട്, ആർക്കെങ്കിലും പരിക്കേറ്റിട്ടാണോ അവിടെയുള്ളത്? അത്തരം സംശയങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും 25ഓളം വീടുകൾ തകർന്നിരിക്കുന്നു. ഉഗ്രസ്ഫോടനമാണ് ഉണ്ടായിരിക്കുന്നത്. പടക്കക്കടയിലെ സ്ഫോടനം എന്ന നിലയിലല്ല കാര്യങ്ങൾ. തൃപ്പൂണിത്തുറ പുതിയകാവ് ക്ഷേത്രത്തിൽ ഉത്സവമാണ്. അതിൻ്റെ ഭാഗമായി വെടിക്കെട്ടിന് കൊണ്ടുവന്ന പടക്കങ്ങളാണ് പൊട്ടിത്തെറിച്ചിരിക്കുന്നത്. ഒരു ട്രാവലറിലാണ് അത് കൊണ്ടുവന്നത്. 4ഓളം ജീവനക്കാർ അത് ഇറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ ഈ സ്ഫോടനമുണ്ടായി എന്നാണ് നഗരസഭാ കൗൺസിലർ പറയുന്നത്. ഈ 4 പേരെയും താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നേരത്തെ ലഭിച്ച വിവരമനുസരിച്ചാണെങ്കിൽ 2 പേരുടെ നില ഗുരുതരമെന്നായിരുന്നു. 4 പേരുടെ ആരോഗ്യസ്ഥിതിയെപ്പറ്റി പുതിയ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. അശ്വിൻ പാലാഴി തുടരുന്നുണ്ട്. അശ്വിൻ, നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? വേണു, നാട്ടുകാരിൽ നിന്നും ഇപ്പം കൗൺസിലിൽ നിന്നുമൊക്കെ മനസ്സിലാക്കിയ വിവരങ്ങൾ അനുസരിച്ച് എങ്ങനെയാണ് അപകടം ഉണ്ടായെന്നുള്ളൊരു ചെറിയ ബ്രീഫിംഗ് തരാം. അതായത് തൃപ്പൂണിത്തുറ അമ്പലത്തിൽ ഉത്സവം നടക്കുകയാണ്. അവിടേക്ക് ഇന്ന് സമാപന ദിവസമാണ്. അവിടെ വെടിക്കെട്ടിന് ആവശ്യമായ സാധന സാമഗ്രികളുമായി വന്ന ഒരു ട്രാവലർ, ആ ട്രാവലറാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാവുന്നതുപോലെ കത്തിക്കരിഞ്ഞ് കിടക്കുന്നത്. അതായത് ഇന്ന് നിർമ്മിക്കാനുള്ള സ്ഫോടന വസ്തു, പടക്കം നിർമ്മിക്കാനുള്ള വെടിമരുന്നടക്കമുള്ള സാധനങ്ങളുമായി ഈ വാഹനം ഈ പടക്ക നിർമ്മാണശാലയുടെ കോമ്പൗണ്ടിലേക്ക് കയറി വരുന്നു. ആ വാഹനം ഇവിടെ പാർക്ക് ചെയ്ത ഉടനെ തന്നെ പെട്ടെന്ന്, എങ്ങനെയാണ് എന്നറിയില്ല, പെട്ടെന്നൊരു സ്ഫോടനം
സ്ഫോടനമുണ്ടാകുന്നു. അതിനുശേഷമാണ് ഇവിടെ പൂർണ്ണമായും ഷെഡാണ്, ഈ പടക്ക സാമഗ്രികൾ നിർമ്മിച്ചുകൊണ്ടിരുന്ന ഷെഡായിരുന്നു ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന പ്രദേശത്തടക്കം ഉണ്ടായിരുന്നത്. ആ ഷെഡിലേക്കാണ് ഈ വാഹനം സ്ഫോടന വസ്തുക്കളുമായി കയറി വന്നത്. അതിനുശേഷം ഈ കാണുന്ന ചെറിയൊരു ഷെഡുണ്ട്, ഇതിനകത്താണ് കൂടുതൽ സാമഗ്രികൾ ഇവിടെ കൊണ്ടുവന്നിരുന്ന കൂടുതൽ സാമഗ്രികൾ സൂക്ഷിച്ചിരുന്നത്. അതിലേക്ക് കൂടി തീ പടരുന്നു. അതിനാണ് സ്ഫോടനം ഉണ്ടായതടക്കം എന്നുള്ളൊരു സംശയം കൂടി പറയുന്നുണ്ട്. കാരണം അത് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. അത് ഏത് നിമിഷം വേണമെങ്കിലും നിലം പൊത്താവുന്ന രീതിയിലേക്ക് അത് പോയിട്ടുമുണ്ട്. അത്രത്തോളം ബലക്ഷയത്തിലാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ചെറിയൊരു താങ്ങ് മാത്രമാണുള്ളത്. മുകൾ വശമെല്ലാം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. അങ്ങനെ ഈ വാഹനം ഇവിടെ വരുന്നു. വാഹനത്തിൽ നിന്നാണോ അതോ ഈ കെട്ടിടത്തിൽ നിന്നാണോ സ്ഫോടനം ആദ്യഘട്ടത്തിൽ ഉണ്ടായെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. അങ്ങനെ ഈ പ്രദേശത്താകെ ഇവിടെ ഉണ്ടായിരുന്ന വെടിമരുന്നുകൾക്കും പടക്കങ്ങൾക്കും അടക്കം തീ പിടിക്കുന്നു. വലിയ ഉഗ്ര സ്ഫോടനത്തോടെ അത് വലിയ തോതിൽ വ്യാപിക്കുന്നു. അങ്ങനെയാണ് സമീപത്തെ വീടുകളെല്ലാം തന്നെ തകർന്നത്. എത്ര വീടുകൾ തകർന്നു എന്നുള്ള കാര്യത്തിൽ പോലും ഇപ്പോഴും ഒരു വ്യക്തതയില്ല. 4 പേരാണ് നിർമ്മാണശാലയിൽ ഉണ്ടായിരുന്നതെന്നും പറയുന്നു. അപ്പോൾ ഈ വാഹനത്തിൽ വന്ന ആളുകളെ കുറിച്ച് വ്യക്തതയില്ല. വാഹനത്തിൽ വന്ന ആളുകൾ ഒപ്പം അതിലുണ്ടായിരുന്ന സഹായികൾ അടക്കമുള്ള ആളുകളുടെ കാര്യത്തിൽ വ്യക്തത വരാനുണ്ട്. ഇതിനോട് ഏറ്റവും ചേർന്ന് കാണുന്ന കെട്ടിടം ഈ നീല പെയിന്റ് അടിച്ച കെട്ടിടമാണ്. അത് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. അതും ഒരുപക്ഷെ അത് ചെരിഞ്ഞിരിക്കുകയാണ് കെട്ടിടം നിലവിൽ. അതും ഏത് നിമിഷം വേണമെങ്കിലും നിലം പൊത്താവുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് കൗൺസിലറും ഫയർഫോഴ്സ് അംഗങ്ങളും അടക്കം പറയുന്നത്. അങ്ങനെ ഈ സമീപത്തുള്ള ഏറെക്കുറെ ഏകദേശം ഒരു 300 മീറ്റർ ചുറ്റളവിലുള്ള എല്ലാ വീടുകൾക്കും തന്നെ വലിയ തോതിലും ചെറിയ തോതിലുമൊക്കെ അപകടം ഉണ്ടായിട്ടുണ്ട്. വലിയ തോതിൽ അത് തകർന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കോമ്പൗണ്ടിലേക്ക് കയറി വന്ന ട്രാവലർ കൂടാതെ 2 വാഹനങ്ങൾ കൂടി ഇതിനുള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പുറത്ത് മറ്റൊരു വാഹനം കൂടി തുടരുന്നുണ്ട്. അതും പൂർണ്ണമായും കത്തി എരിഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ ഉണ്ടായിരുന്ന മരങ്ങളെല്ലാം തന്നെ തകർന്നു വീണിട്ടുണ്ട്. അങ്ങനെ വലിയ തോതിലുള്ള ഒരു അപകടം എത്രത്തോളം വ്യാപ്തിയെന്ന് ഒരുപക്ഷെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ രീതിയിൽ അപകടമുണ്ടായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വാഹനത്തിൻ്റെ ഒരു സ്ഥിതി കണ്ടിട്ട് ഇതിനകത്തെ വെടിമരുന്നിനാണ് തീ പിടിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അത് പൂർണ്ണമായും കത്തി എരിഞ്ഞിട്ടുണ്ട്.